Download now. CC Learning app. ഹായ് ഹലോ വെൽക്കം ടു CC ബാങ്ക്. CC ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. നമുക്കറിയാം നമ്മുടെ CSEBയുടെ എക്സാം അല്ലെ, ശരിക്കും പറഞ്ഞാൽ എക്സാം അതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കണ്ടന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എല്ലാവരും കണ്ടന്റുകൾ പ്രോപ്പറായിട്ട് പഠിക്കും. കണ്ടന്റുകളും അതേപോലെ തന്നെ നോക്കേണ്ട ഒന്നാണ് നമ്മളെ MCQs, പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ അല്ലെ, എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കണം മീൻസ് അത് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ 1, 2, 3 ഒരു 4, 5 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഏതാണ്ട് എന്ത് മനസ്സിലാവും, ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ഏരിയ നിന്നാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അതിന് ആൻസർ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു CSEBയുടെ എക്സാമിന് നടന്ന കുറച്ച് ആ ഒരു ചോദ്യങ്ങൾ, അതായത് ബാങ്കിങ്ങിന്റെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് കാർഡ് ഈസ് പ്രൊവൈഡഡ് ടു PMJDY അക്കൗണ്ട് ഹോൾഡർ? PMJDY അല്ലെ, PMJDY അക്കൗണ്ട് ഹോൾഡർക്ക് ഏത് കാർഡാണ് അവർക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക? സ്മാർട്ട് കാർഡ്, ഗ്രീൻ കാർഡ്, ATM കം ID കാർഡ്, റുപേ ഡെബിറ്റ് കാർഡ്. എന്താ PMJDY? യെസ്, പ്രധാനമന്ത്രി ജൻധൻ യോജന അല്ലെ. ഏതാണ്? പ്രധാനമന്ത്രി ജൻധൻ യോജനയാണ് വരുന്നത്. അവർക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കുന്ന ഏതാണ്? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡ് തന്നെ. ഏതാണ്? റുപേ കാർഡാണ് അല്ലെ. റുപേ ഡെബിറ്റ് കാർഡാണ് അവർക്ക് കൊടുക്കുന്നത് അല്ലെ. ഏതാണ്? റുപേ ഡെബിറ്റ് കാർഡാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. അണ്ടർ പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY അക്കൗണ്ട് ഹോൾഡേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് എ റുപേ ഡെബിറ്റ് കാർഡ്. അവർക്ക് എന്താണ് കൊടുക്കുന്നത്? റുപേ ഡെബിറ്റ് കാർഡാണ് കൊടുക്കുന്നത് അല്ലെ. ഏതാണ്? റുപേ ഡെബിറ്റ് കാർഡ്. നോക്കിയേ, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ATM വിഡ്രോവൽസ്, പർച്ചേസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് ആക്സിഡന്റൽ ഇൻഷുറൻസ് ബെനിഫിറ്റ്. നമുക്ക് സാധാരണഗതിയിൽ ATM ഉപയോഗിക്കും പോലെ വിഡ്രോവൽസിനും പർച്ചേസിനും ഒക്കെ എന്ത് ഉപയോഗിക്കാം? നമ്മൾ ആ റുപേ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ബാങ്കിങ്ങിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം നോക്കാം. നെയിം ദി ടൈപ്പ് ഓഫ് അക്കൗണ്ട് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ RTGS ഈസ്. RTGS എന്താ? റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് അല്ലെ. ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആയിരിക്കും യൂസ് ചെയ്യുക? SBI ആൻഡ് കറണ്ട് അക്കൗണ്ട് ആണ് FD അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ഓൺലി, SBI അക്കൗണ്ട് ഓൺലി. RTGS എന്ന് പറയുമ്പോൾ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആണ്. അതായത് ഓൺലൈൻ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ഏരിയ ആണ്. നമുക്ക് എന്താണ്, വലിയ ട്രാൻസാക്ഷൻസ് അല്ലെ, വലിയ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താനാണ് പ്രധാനമായിട്ടും RTGS ഉപയോഗിക്കുക. ഇത് ഏത് തരം അക്കൗണ്ട് ആയിരിക്കും അവിടെ ഉപയോഗിക്കുക എന്നാണ് ചോദ്യം. ഏതായിരിക്കും വരിക? യെസ്, SB അക്കൗണ്ട് ആണ് അല്ലെ. ഏതാണ്? SB അക്കൗണ്ടുകാർക്കാണ് സാധാരണഗതിയിൽ എന്ത് ഉപയോഗിക്കുക? RTGS ഉപയോഗിക്കുക. നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ? താഴെ പറയുന്ന പോലെ റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട് അല്ലെ. റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. ഏതായിരിക്കാം? IDBI, RRB, NABARD, SBI. ഏതാ വരിക? റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒന്നും ചിന്തിക്കേണ്ട. അവിടെ എന്താ, ഇവിടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊരു പോയിന്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന പോയിന്റ് കൂടി നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോ റീഫിനാൻസിനെ സഹായിക്കുന്നത് ആരാണ്? നബാർഡ് ആണ് അല്ലെ. ആരാണ്? നബാർഡ് ആണ് റീഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. താഴെ പറയുന്ന പോലെ റീഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണ്? നബാർഡ് ആണ്. എങ്ങനെയാ നബാർഡ് വന്നത് നോക്കണ്ടേ? നബാർഡ് ഫുൾ ഫോം എന്താ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അല്ലെ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ് ഈസ് എ മേജർ റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ that provide refinancing support to bank and financial institutions for agriculture and rural development activity. ഏതിനൊക്കെയാണ് സഹായിക്കുന്നത്? ഒന്ന്, റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, പിന്നീടോ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. ഇതിനൊക്കെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും നബാർഡ് അല്ലെ. ഇതിനൊക്കെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബാർഡ് ഉള്ളത്. അപ്പോൾ നബാർഡ് നമ്മൾ പഠിക്കണം, നബാർഡിന്റെ വർഷങ്ങൾ പഠിക്കണം, എന്തും പഠിക്കണം. നമ്മള് നബാർഡിന്റെ ഫുൾ ഫോം കൂടെ നമ്മൾ പഠിക്കണം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. അപ്പോ നമ്മളെ CSEB പരീക്ഷ, ഈ ഒരു പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളൊരു മോട്ടിവേഷൻ പോസ്റ്ററാണ്. എന്താ, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും, ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോ അത് ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയായിരിക്കാം. ആ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഒരു ദിവസം അതിലേക്ക് നമ്മൾ കീഴടക്കുമ്പോൾ, അതിലെ ആ മത്സര പരീക്ഷ നമ്മളെ എന്ത് ചെയ്യുന്നു, എത്തിച്ചേരുമ്പോൾ നമുക്ക് അഭിമാനം ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മളെ കയ്യിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരുമ്പോഴോ വളരെ വളരെ അഭിമാനമാണ്. അപ്പോൾ നമ്മളെന്താണ്, ചുരുങ്ങിയ സമയമുണ്ട്, എല്ലാ ദിവസവും നമ്മളിങ്ങനെ പഠിച്ചാലും ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, തളരാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താം. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് CSEBയുടെ 60 ഡേ
ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കറിയാം മെന്റർഷിപ്പ് സപ്പോർട്ടായിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും PDF മെറ്റീരിയലൊക്കെ ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മളെ ബാച്ച്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട്. ശരി, അടുത്തത് നോക്കിയേ. സെക്ഷൻ 172 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽസ് വിത്ത്, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 172 എന്താണ് ഡീൽ ചെയ്യുന്നത്? ഹൈപ്പോത്തിക്കേഷൻ, പ്ലഡ്ജ്, ലീന്, മോർഗേജ്, ഏതായിരിക്കും വരിക? യെസ്, ഇത് 4 നമ്മൾ പഠിക്കുന്നുണ്ട്. എവിടെ? നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതിൽ ആക്ടിന്റെ അകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പോ നോക്കിയേ, ഇവിടെ 172ാമത്തെ സെക്ഷൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ എന്താണ് ചെയ്യുന്നത്? പ്ലഡ്ജ് ആണ് അല്ലെ. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 172 എന്തിനെ നോക്കുന്നു? പ്ലഡ്ജിനെ നോക്കുന്നു അല്ലെ. ഇതിനെയാണ് പ്ലഡ്ജിനെ നോക്കുന്നത്. ഇത് 4 ഏതാണ്ട്, അതായത് ഹൈപ്പോത്തിക്കേഷനും പ്ലഡ്ജും ലീനും മോർഗേജും ഒക്കെ നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ്ട് ഒരു കുടക്കീഴിൽ അതിന്റെ പേരുകളിലെ എന്താണ് കുറച്ച് ഡിഫറൻസ് അല്ലെ. പേരുകളുടെ കണ്ടന്റുകളിലെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ്ട് ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ഓക്കെ, സെക്ഷൻ 172 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത് എന്താണ്? പ്ലഡ്ജ് ആണ്. സെക്ഷൻ 172 defines a pledge as the bailment of goods or security for payment of a debt or performance of a promise അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് പ്ലഡ്ജ് ഉപയോഗിക്കുന്നത്? ഒരു ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ് സെക്യൂരിറ്റി ആണ് അല്ലെ. എന്തിനാണ്? ബെയിൽമെന്റ് ഓഫ് ഗുഡ് സെക്യൂരിറ്റി ആയിട്ടാണ് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്ലഡ്ജ് ഉപയോഗിക്കുന്നത്. എത്ര പ്രകാരം? സെക്ഷൻ 172 പ്രകാരം. ഏത്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ശരി, അടുത്ത ചോദ്യം. അപ്പോ ഇതൊക്കെയാണ് നമ്മളെ ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നോക്കിയ മക്കളെ, ഇവിടെ നമ്മളെ CC ഡാപ്പിനെ പറ്റി ജസ്റ്റ് സൂചിപ്പിക്കട്ടെ. നമ്മളെ CC ഡാപ്പിൽ നിങ്ങൾക്കറിയാം ഒരുപാട് തരത്തിലുള്ള കോഴ്സുകൾ അല്ലെ. അധ്യാപക കോഴ്സുകൾ, സെറ്റ്, നെറ്റ്, കേട്ടറ്റ്, അതേപോലെ HST പോലുള്ള കോഴ്സുകൾ, അതേപോലെ തന്നെ മറ്റുള്ള PSC കോഴ്സുകൾ, RRB, ബാങ്ക്, ട്യൂഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മളെ CC ലാപ്പിൽ അവൈലബിൾ ആണ്. കൂടാതെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഡെയിലി GK, അതേപോലെ കറണ്ട് അഫയേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നമ്മളെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമ്മളെ ബാച്ചിനെ പറ്റി ഒന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മള് സ്വപ്നം കാണുന്ന ഒരു ബാച്ച് അല്ലേ നമ്മളെ CSEBയുടെ 60 ക്രാഷ് ബാച്ച് അല്ലെ. CSEB 60 ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി PDF മെറ്റീരിയലുകൾ, അതേപോലെ തന്നെ ലൈവ് റെക്കോർഡുകൾ, അതേപോലെ തന്നെ എന്താണ് എക്സാമുകൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയ ബാച്ച്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, അറിയാവുന്നതാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പറിലോ അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിലോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മളെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മളെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ത്രൂ നമ്മളെ ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെ, നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് അവൈലബിൾ ആണ്. ആ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് എന്താണ് 1 minute 1 PYQ എന്ന രീതിയിൽ റീൽസും മറ്റു കാര്യങ്ങളും എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം റിസോഴ്സസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാക്സിമം റിസോഴ്സസ് കൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരാനിരിക്കുന്ന എക്സാമിന് എന്ത് ചെയ്യുക, നേരിട്ട് കൊണ്ട് നല്ലൊരു ജോലി കരസ്ഥമാക്കുക. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.